ഇവിടെ ഒരു കരിമ്പിൻ ജ്യൂസൊക്കെ വന്ന് കിടപ്പുണ്ടേ, പക്ഷേ അവർക്ക് വലിയ തിരക്കൊന്നുമില്ല. ഇത് പുളിയമ്മല കട്ടപ്പന റോഡാണേ. കട്ടപ്പനയിൽ നിന്ന് വരുന്ന പുളിയമ്മലക്കുള്ള റോഡ്. ഇടതുവശത്തോട്ട് കിടക്കുന്നത് പുളിയമ്മല അമ്പലമേട്ടിലേക്കുള്ള വഴിയാണേ. കാർമേൽ പബ്ലിക് സ്കൂൾ, പുളിയമ്മല സെൻറ്റ് ആൻ്റണീസ് ചർച്ചിലേക്കുള്ള വഴിയാണിത്. പള്ളി അങ്ങ് മുകളിലാണ്, പള്ളിയും സ്കൂളും. നമുക്ക് ഈ അമ്പലമേട്ടിലേക്കൊന്ന് കയറി പോയി നോക്കാം. ഇപ്പം നമ്മൾ അമ്പലമേട്ടിലെത്തിയേ. ഇതാണ് അമ്പലം. അമ്പലത്തിന് ഇവിടെ കുറേ പണികളൊക്കെ നടക്കുവാന്ന് തോന്നുന്നു. പിന്നെ ഈ ചുറ്റുപാട് ഒത്തിരി വീടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല ഏലത്തോട്ടങ്ങളും കൃഷി മേഖലയാണേ. അവിടെ ഒരു ബാലവാടിയൊക്കെ ഉണ്ട്. ഇത് മുന്നോട്ടൊരു വഴി പോകുന്നുണ്ട്. ഈ വഴി എനിക്ക് തോന്നുന്നത് മേട്ടുക്കുഴി ഭാഗത്തൊക്കെ കടന്നു പോകുന്ന വഴിയാണെന്ന് തോന്നുന്നു. ഈ വഴിക്ക് പോയാൽ മേട്ടുക്കുഴി, മാലി ആ ഭാഗത്തൊക്കെ പോകാം കേട്ടോ. ആ വഴിക്ക് നമ്മൾ മുന്നോട്ട് പോയില്ല, തിരിച്ചു വന്നു കേട്ടോ. തിരിച്ച് താഴെ പുളിയമലയിലേക്ക് തന്നെ ഇറങ്ങിപ്പോവാം. ഇവിടെ നോക്കുമ്പോൾ ആ പുളിയമല പള്ളിയൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് കാണാവേ. ഇപ്പം നമ്മൾ പുളിയമല എത്തി കേട്ടോ. പുളിയമല സിറ്റിയാണിത്. ഇവിടെ നിന്ന് വലത്തോട്ടുള്ള റോഡ് കുമ്പളിക്കൊക്കെയും ഇടത്തോട്ടുള്ളത് നെടുങ്കണ്ടം, മൂന്നാർ ആ ഭാഗത്തേക്കൊക്കെയാണേ. ആ ജംഗ്ഷനിൽ നേരെ കിടക്കുന്ന റോഡ് കമ്പംമെട്ട് ഭാഗത്തേക്കൊക്കെ, വലത്തോട്ട് കുമളി. പുളിയമല സിറ്റി. മൂന്നാർ തേക്കടി SH റോഡാണിത്. മൊത്തത്തിൽ 100 കിലോമീറ്ററാണ് മൂന്നാർ കുമളി. ഈ ഏലത്തോട്ടത്തിൻ്റെ നടുവിലെ വളരെ മനോഹരമായിട്ട് രീതിയിലുള്ള ഒരു വീട് കണ്ടു. ചെടിയും പൂക്കളും ഗാർഡനും ഒക്കെ ആയിട്ട്. ഈ ഭാഗമൊക്കെ ഉണ്ട്. ഇവിടെയെല്ലാം നല്ല തിക്കായിട്ടുള്ള ഏലത്തോട്ടങ്ങളാണേ. ബസ് ഇപ്പം നമ്മളെയും കൊണ്ട് പോയേനെ. നമ്മൾ താഴേന്ന് കയറി വന്ന വഴിയുണ്ടോ. ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡൊക്കെ ഉണ്ട്. ഇത് കാർമേലിയ ഹാവൻ എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷനാണ്. മുകളിൽ കാർമേലിയ ഹാവൻ എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ടൊക്കെ ഉണ്ട്. കൈലാസപ്പാറ ജോസ് എന്ന് പറയുന്ന ഒരാളുടെ ഉടമസ്ഥതയിലാണ്. പിന്നെ ഈ സൈഡിലൊരു ചെറിയ കടയൊക്കെ ഉണ്ടേ. ഒരുപാട് ഭംഗിയുള്ള റിസോർട്ടാണിത്. അതിൻ്റെ ഒരു എൻട്രൻസ് ആണ് ഇവിടെ. ഇതിൻ്റെ മുകളിലേക്കാണ് റിസോർട്ടൊക്കെ ഉള്ളത്. റിസപ്ഷനും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഈ റോഡെ മുന്നോട്ട് പോകണം. ഏലക്കാടിൻ്റെ നടുവിലാണ് ഇതുള്ളത്. അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഏറ്റവും നല്ല രീതിയിൽ ഏലകൃഷി ഉള്ളത് ഈ വണ്ടമ്മേട് പഞ്ചായത്തിലൊക്കെയാണ്. കണ്ടോ ഇവിടുത്തെ ഏലത്തോട്ടങ്ങളൊക്കെ കണ്ടോ. ഇവിടുന്ന് കുറച്ച് മുന്നേ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ആമയാർ എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ കിട്ടും. ഇവിടെ ഒരു പാലം കണ്ടോ. ഇത് നേരത്തെ ഒരു ഇരട്ടപ്പാലമായിരുന്നേ. അത് റോഡിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ വന്നപ്പോൾ അത് ഒറ്റപ്പാലമാക്കി മാറ്റി. അതിൻ്റെ മുകളിലായിട്ട് സ്പൈസ് ലാബ് എന്ന് പറഞ്ഞൊരു റിസോർട്ടൊക്കെ ഉണ്ട്. ഇതിലുള്ള റോഡൊക്കെ കിടക്കുന്നുണ്ടോ. നല്ല പച്ചപ്പിനകത്ത് മുങ്ങിക്കിടക്കാം. ശനിയും ഞായറൊക്കെ ആണെങ്കിൽ റോഡ് നല്ല തിരക്കായിരിക്കും. തേക്കടി കുമളി ടൂറിസ്റ്റുകളുടെ. ഇവിടെ ഒരു കടയൊക്കെ ഉണ്ടേ. ഒരു കാലിയൊക്കെ അടിച്ചിട്ട് പോവാം. മൂന്നാറിന് പോകുന്ന വണ്ടിയാണേ. അപ്പം നമുക്ക് ഈ കടയൊന്ന് കണ്ടാലോ. ഇതുണ്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഓല കൊണ്ടും മുള കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയ ഒരു കടയാണേ. ഇവിടെ ചായ, കാപ്പി, കൂൾ ഡ്രിങ്ക്സ് എല്ലാ ഐറ്റംസും ഉണ്ട്. മോരുംവെള്ളമൊക്കെ മൺകലത്തിലിരിക്കുന്നുണ്ട്. പിന്നെ ചെറിയ മുട്ടായി ഐറ്റംസ് അങ്ങനെയൊക്കെയാണ് ഇതിനകത്തുള്ളത്. എന്തായാലും ഒത്തിരി ഭംഗിയുണ്ട് ഇത് കാണാൻ. അപ്പോഴേ ഞാനിന്ന് ഇവിടുന്ന് ഇടയ്ക്കാണ് കയറി കേട്ടോ. കാരണം എന്നാണെന്നറിയോ, കുറച്ചെങ്കിലും ദൂരം വന്നിട്ട് കയറാമെന്ന് വിചാരിച്ചു നമ്മുടെ ഈ വണ്ടിയിൽ. നമ്മൾ ഈ വണ്ടമേട്, ആമയാർ, പുളിയമ്മല ഈ റൂട്ടിലൊക്കെയാണേ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലേ. ഇതാണ് ആമയാർ എന്ന് പറഞ്ഞ ജംഗ്ഷനെ. ഇവിടുന്ന് നേരെ ആ വലത്തോട്ട് കിടക്കുന്ന വഴിയുണ്ടല്ലോ, അത് തമിഴ്നാടിനും കമ്പംമെട്ടിനും ഒക്കെ കയറി പോകുന്ന വഴിയാണേ. താഴെക്കൂടെ കാണുന്ന വഴി കട്ടപ്പനയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അങ്ങ് മുകളിലോട്ട് കയറി ഒരു ഓട്ടോ സ്റ്റാൻഡും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ യാത്ര ചെയ്യുന്ന ടൂറിസ്റ്റുകൾക്ക് കയറാൻ പറ്റിയ ഒരു റെസ്റ്റോറൻറ്റും ബേക്കറി, സ്പൈസസ് സെൻറ്ററും എല്ലാം കൂടെയാണിത്. ഇവിടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഏലത്തിൻ്റെ പരിപാടികളാണ് കൂടുതലും. ഏല സംബന്ധമായ വളങ്ങളും കീടനാശിനികളും
മരുന്നടിക്കുന്ന പമ്പുകളും അങ്ങനെ ഉള്ള ഉൽപ്പന്നങ്ങൾ ഈ ഭാഗത്ത് ഒരുപാട് കൂടുതലുണ്ട്. ആ പോകുന്നൊരു ജീപ്പ് കണ്ടോ, തമിഴ്നാട്ടിൽ നിന്നും പണിക്കാരെ കൊണ്ടുവന്നിട്ട് തിരിച്ചു പോകുന്നതാണ്. അപ്പുറത്തെ റോഡിൻ്റെ പണി നടക്കുന്നുള്ളത് കൊണ്ട് ടിപ്പറൊക്കെ ഒരുപാട് അതിലെങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എപ്പോഴും നല്ല തിരക്കാണ്. ഇപ്പം നമ്മൾ വണ്ടമ്മേട് ജംഗ്ഷനിലെത്തിയേ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗണപതി ശില്പമാണ് ആ കാണുന്നത്. ഇതുവഴി വരുന്ന ടൂറിസ്റ്റുകളെ ഇവിടെ നിർത്തി അവിടെ ഒന്ന് ഫോട്ടോ എടുക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടേ പോകാറുള്ളേ. നമ്മൾ വിചാരിക്കുന്നതല്ല, നല്ല വലിപ്പമാണ് അതിന്. പിന്നെ ഇതിനോട് ചേർന്ന് കുറേ ചെടി നഴ്സറി പ്ലാന്റുകളൊക്കെ ഉണ്ട്. ഈ വലത്തോട്ട് കിടക്കുന്ന വഴിയുണ്ട്, അതാണ് വണ്ടമ്മേട് ടൗണിലോട്ട് കയറി പോകുന്നത്. ആ ബസ് പോകുന്ന വഴി. ബസ്സൊക്കെ അതിലേ പോയിട്ടേ വരുള്ളൂ. ഇതിനോട് ചേർന്ന് കുറേ കടകളൊക്കെ ഉണ്ട്. കരിക്ക് കടകളും ചായ, കാപ്പി, കൂൾ ഡ്രിങ്ക്സ് അങ്ങനെയെല്ലാം ഉണ്ട്. അവിടെയും ഒരു ചെടി നഴ്സറിയൊക്കെ ഉണ്ട്. വണ്ടമ്മേട് താഴത്തെ പള്ളിയിലേക്കുള്ള വഴിയാണിത് കേട്ടോ. നേരത്തെ അപ്പുറത്തൂടെ ആയിരുന്നു വഴി. ആ മുകളിലാണ് പള്ളിയുള്ളത്. പള്ളിയിലേക്ക് ഇതിലെയും ഒരു വഴിയുണ്ടേ. ഈ ഭാഗത്തൊക്കെ ഒരുപാട് താമസക്കാരുണ്ടേ. ഇത് ഭൂരിഭാഗവും തമിഴ്ക്കാരാണ് ഇവിടെ താമസം. മുകളിലായിട്ട് വണ്ടമ്മേട്ടിലെ സ്കൂളൊക്കെ കാണാം. ഇത് താഴത്തെ വണ്ടമ്മേട് ജംഗ്ഷനാണേ. പുറകിലായിട്ട് സ്കൂളൊക്കെ ഉണ്ട്. ഇതാണ് സ്കൂൾ ജംഗ്ഷൻ. മുകളിൽ സ്കൂള്, അതിൻ്റെ മുകളിൽ വണ്ടമ്മേട് ടൗണ്. ഇവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ടോ. എന്തൊക്കെയോ പരിപാടികൾ, എന്തൊക്കെയോ തിന്നുന്നുണ്ടല്ലേ. ഇവിടെ കണ്ടോ, ഇത് പെരിയാർ ഗാർഡൻ വിസിറ്റ് എന്നാണ് എഴുതിയേക്കുന്നത്. അവിടെ സ്പൈസസ് ഒക്കെ അവർ അതിൻ്റെ ഉള്ളിൽ വിൽക്കുന്നുണ്ട്. നല്ല ഏലത്തോട്ടമൊക്കെ ഉണ്ട്. അത് കാണാനും നമുക്ക് ഇതിലേ വന്നാൽ പോകാം, ഒരു ടിക്കറ്റൊക്കെ എടുത്ത്. ആ ടിക്കറ്റിൻ്റെ പൈസ ആ വരുന്ന ടാക്സി ഡ്രൈവർക്കുള്ളതാണെന്ന് മാത്രം. ഇവിടെ നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ കാണാം. ഇത് സ്പൈസസ് ബോർഡിൻ്റെ ഒക്കെ ഓരോരോ പരിപാടികളാണ്. അവരുടെ ഘട്ടങ്ങളൊക്കെയാണിത്. ഇവിടെയൊക്കെ കണ്ടോ, നല്ല നമ്പർ 1 തോട്ടങ്ങളാണ്. ഏലത്തോട്ടം, ഏലമുണ്ട്, പൊടിയുണ്ട്. ഏലവും പൊടിയുമാണ് കേട്ടോ. പിന്നെ നല്ലൊരു മഴക്കാറൊക്കെ വരുന്നുണ്ടേ. മഴ പെയ്യുമോയെന്ന് അറിയത്തില്ല. ഇനി അടുത്ത ദിവസങ്ങളിലെല്ലാം മഴയായിരിക്കും എന്നൊക്കെ പറയുന്നത് കേട്ടു. ഇത് വെള്ളിമല ജംഗ്ഷനാണ്. നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നു. ഇതിൻ്റെ മുകളിൽ മറ്റൊരു ചെറിയ ജംഗ്ഷനും കൂടെ ഉണ്ട്. ആ മതിൽക്കെട്ടിനുള്ളിൽ ഒരു അമ്പലമാണ്. ഒരു ആൽമരമൊക്കെ കാണാം. അതിൻ്റെ അപ്പുറേ ഒരു മരമുണ്ട്. ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള ആൽമരങ്ങളൊക്കെ ഉണ്ട്. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളു പുറ്റടി എന്ന് പറഞ്ഞ ജംഗ്ഷനിലേക്ക്. ഇതാണ് പുറ്റടിയിലെ ബാങ്ക് കവല. അവിടെ ഒരു കുരിശടിയൊക്കെ കാണാവേ. നമ്മൾ ആ ഇടതു സൈഡിൽ നിന്ന് കാണുന്ന വഴിയുണ്ട്. ആ വഴിക്ക് ഇങ്ങോട്ട് കയറി തന്നെ. അവിടെ നിന്ന് വലത്തോട്ടൊരു വഴി കാണാം. ആ വഴിക്ക് പോയാൽ നമുക്ക് ചേറ്റുവഴിക്കൊക്കെ പോകാവേ. ഇതാണ് പുറ്റടി എന്ന് പറഞ്ഞ ചെറിയൊരു ടൗണ്. അപ്പുറത്തോട്ട് കുറച്ചും കൂടെ ഉണ്ടേ. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സർക്കാർ ആശുപത്രിയൊക്കെ ഉണ്ട്. താഴേന്ന് വന്നതാണ് നമ്മൾ കട്ടപ്പനയിൽ നിന്ന് വരുന്ന വഴി. ഇതിലെ മുകളിലേക്ക് കയറിപ്പോയാൽ സ്കൂളിലോട്ടുള്ള വഴിയാണ്. പിന്നെ കുറേ താമസക്കാരൊക്കെ ഉണ്ട് ആ വഴിക്ക്. പുറ്റടി ടൗണിൽ നിന്ന് നമ്മളിപ്പോൾ കൊച്ചറ പോകുന്ന വഴിക്കാണ് നിൽക്കുന്നത് കേട്ടോ. നമ്മൾ ആ കൊച്ചറ റൂട്ടിലോട്ടാണ് പോകുന്നത്. മഴക്കാറ് കയറി വന്ന കാരണം ഒരു പ്രകാശമൊക്കെ കുറവാണ്. ഇതാണ് ഇടുക്കി ജില്ലയിലെ പുറ്റടി എന്ന് പറയുന്ന സ്ഥലത്തെ സ്പൈസസ് പാർക്ക് കേട്ടോ. ഇവിടെ ഏലത്തിൻ്റെ പതിവ് കേന്ദ്രവും അങ്ങനെ കുറേ വ്യാപാരങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഏലം സംബന്ധമായതും കൃഷി സംബന്ധമായതുമായിട്ടുള്ള ഒരുപാട് പദ്ധതികൾ ഇവിടെ നടക്കുന്നുണ്ട്. ഈ വഴി ഇനി കമ്പംമെട്ടിലേക്ക് ചെല്ലും കേട്ടോ, തമിഴ്നാട്ടിലോട്ട്. ഇവിടെ ഒരു കൊച്ചു പള്ളി കാണാവേ. ചെറുതാണേലും കാണാൻ നല്ല ഭംഗിയാണ്. ഈ സൈഡിലൊക്കെ പുതിയ നല്ല നല്ല വീടുകളൊക്കെ പണിതുകൊണ്ടിരിക്കുന്നുണ്ടോ. ഇപ്പോൾ ഈ വഴിക്കുള്ള റോഡെല്ലാം റബ്ബറൈസർ റോഡായേ. ഇത് തമിഴ്നാട്ടിലേക്ക് ചെന്നെത്തുന്നതാണ്. കമ്പംമെട്ട് ചെന്നിട്ട് വേണം പോകാൻ. നമ്മളിപ്പോൾ പുറ്റടിയിൽ നിന്ന് വന്ന വഴി ഇതാണ് കേട്ടോ. ഞാൻ ഒരു വർക്കിൻ്റെ അടിസ്ഥാനമായിട്ട് വന്നതായിരുന്നു. അതിലൂടെ മഴയും വരുന്നുണ്ട്. കൊച്ചറ വരെ പോകണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ കൊച്ചറ വരെ പോക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം നല്ല മഴക്കാറുമുണ്ട്. മാത്രമല്ല ഞാൻ ആ വർക്ക് ചെയ്യേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് അടുത്തോട്ടൊരു വഴിയുണ്ടോ, ആ വഴിക്കാണ് കയറി പോകേണ്ടത് കേട്ടോ. അപ്പം അതുകൊണ്ട് ഈ വീഡിയോ ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടം കൊണ്ടൊക്കെ അങ്ങ് നിർത്തേണ്ടി വരുവേ. ഇവിടുന്ന് അങ്ങോട്ട് കൊച്ചറ ആ ഭാഗത്തേക്കുള്ളൊരു കാഴ്ച അത് കുറച്ച് നേരം ഒന്നും പോയാൽ കിട്ടത്തില്ല. കുറച്ച് സമയം പിടിക്കുവേ. കമ്പംമെട്ട് വരെ പോകണം.
അപ്പോൾ ആ പോകുന്ന വഴി ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.